നമ്മൾ ഇന്നു മുതൽ LGS പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് ആയ ഫാക്ടേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങുന്നതാണ്. അപ്പോൾ ജൂലൈ 18-നുള്ള എക്സാമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് LGS എക്സാമിന് വേണ്ടി ഈ പ്ലേലിസ്റ്റിലെ വീഡിയോസ് മാത്രം നോക്കിയിട്ട് പോയിട്ട് എക്സാം എഴുതാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഇന്ത്യയുടെ തീരസമതലത്തെക്കുറിച്ചാണ്. ഒരുപാട് PSC എക്സാംസിന് ചോദിച്ചൊരു ഭാഗമാണ് ഇന്ത്യയുടെ തീരസമതലം. ഇന്ത്യൻ തീരസമതലത്തെ രണ്ടായി തരംതിരിക്കാം: പടിഞ്ഞാറൻ തീരസമതലമെന്നും കിഴക്കൻ തീരസമതലമെന്നും. ആദ്യം നമുക്ക് പടിഞ്ഞാറൻ തീരസമതലത്തെക്കുറിച്ച് നോക്കാം. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ വരുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം, അതായത് റാൻ ഓഫ് കച്ചിനും കന്യാകുമാരിക്കും ഇടയിൽ. വീതി ഏറ്റവും കുറഞ്ഞ ഭാഗമാണ് ഈ പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്ത് തീരസമതലമെന്നും കൊങ്കൺ തീരസമതലമെന്നും മലബാർ തീരസമതലമെന്നെല്ലാം ഈ പടിഞ്ഞാറൻ തീരസമതലത്തിന് പേരുകളുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും കായലുകളും അഴിമുഖങ്ങളുമാണ് കാണപ്പെടുന്നത്. ഇനി അടുത്തത് കിഴക്കൻ തീരസമതലം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ. ഇവിടെ വീതി കൂടിയ പ്രദേശങ്ങളാണ്. കോറമാൻഡൽ തീരസമതലമെന്നും വടക്കൻ സിർക്കാസ് എന്നും കിഴക്കൻ തീരസമതലത്തിന് പേരുണ്ട്. ഡെൽറ്റ രൂപീകരണം നടക്കുന്ന പ്രദേശമാണ് ഈ കിഴക്കൻ തീരസമതലം. ഇങ്ങനെയാണ് ഇന്ത്യയുടെ രണ്ട് തീരസമതലങ്ങൾ: പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും. ഈ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കണം. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള ദൂരം 300 കിലോമീറ്റർ ആണ്. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 36 ഇതിൽ 11 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. അവയാണ് ബംഗാരം, കടമത്ത്, മിനിക്കോയ്, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനിദിവി, ചെത്ലാത്ത്, ബിത്ര, കിൽട്ടാൻ. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ്. ബംഗാൾ ഉൾക്കടലിലെ ഒരു പ്രധാന ദ്വീപാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം ബാരൻ ദ്വീപിലാണുള്ളത്. ഇനി ഈ ആൻഡമാൻ നിക്കോബാറിൻ്റെ തലസ്ഥാനമാണ് പോർട്ട് ബ്ലെയർ. നിക്കോബാർ ദ്വീപുകളിലെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിൻ്റ് എന്നറിയപ്പെടുന്നത്. അതായത് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇന്ദിര പോയിൻ്റ്. അപ്പോൾ ഇന്ത്യൻ തീരസമതലങ്ങൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം.